പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാർഡ് ഓഫ് മഹനീയത്തിൻ്റെ ഹെവൻലി കോളിംഗ് എന്നുള്ള ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ ഒന്നിച്ച് ഈ വചന ശുശ്രൂഷയിൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവയെ ദൈവം ഭൂമിയെ വിളിക്കുന്നു, മനുഷ്യനെ വിളിക്കുന്നു. എപ്പോഴാണ് അവനെ വിളിച്ചെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുവാനിടയായി തീർന്നു. അവനെ ദൈവമാക്കി വെച്ച ആ സ്ഥാനത്തിൽ നിന്ന് അവൻ വീണ് കഴിഞ്ഞപ്പോൾ മടക്കി അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവനെ വിളിക്കുകയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്താൽ സകലരെയും വിളിക്കുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഒന്നിച്ച് ചിന്തിപ്പാനിടയായി തീർന്നല്ലോ. ഇന്ന് നാം അതിൻ്റെ ബാക്കിയായിട്ടാണ് ചിന്തിക്കാൻ പോകുന്നത്. ദൈവം തേജസ്സും മാനവുമുള്ളവനായി വാഴുവാൻ ഏൽപ്പിച്ച ആദാം എന്ന ദൈവത്തിൻ്റെ മകൻ, അവൻ വളർച്ചയിൽ ശിശുവായിട്ടിരിക്കുന്നു. തേജസ്സും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും അവൻ ശിശുവായിട്ടിരിക്കുകയായിരുന്നു. യഹോവയായ ദൈവം എല്ലാ ദിവസവും അവനെ വന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുകയും ജീവനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കുകയും അവരോരോ ദിവസവും വളർച്ച പ്രാപിച്ച് ദൈവത്തെ പോലെ ആയിത്തീരുവാൻ, എല്ലാ മേഖലകളിലും അവൻ പരിജ്ഞാനപൂർത്തിയുള്ളവനായി തീരുവാൻ ദൈവം ആഗ്രഹിച്ച് ദിവസവും അവനെ വന്ന് അവർക്ക് ക്ലാസ് കൊടുക്കുവാനിടയായി തീർന്നു. എന്നാൽ ഒരു ദിവസം പതിവിന് വിരുദ്ധമായി ദുഷ്ടനായ സാത്താൻ പാമ്പിൽ കയറി ഏദൻ തോട്ടത്തിൽ വന്ന് അവനൊരു ക്ലാസ് കൊടുക്കുവാനിടയായി തീർന്നു. ഒന്നാമതായി അവൻ കൊടുത്ത ക്ലാസ് കൂടെ ദൈവത്തെ അവിശ്വസിക്കുക, സംശയിക്കുക എന്നുള്ളതായിരുന്നു. ദൈവം അവരോട് പറഞ്ഞു, ഒരു കൽപ്പന കൊടുത്തു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. സാത്താൻ പറഞ്ഞു, ഇത് മരിക്കത്തില്ല, ദൈവം കള്ളം പറഞ്ഞതാണ്, നീ ദൈവത്തെ പോലെ ആയി തീരുമെന്ന് അറിഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ ദൈവത്തെ അവർ അവിശ്വസിപ്പാനിടയായി തീർന്നു. അവിശ്വസിച്ചു, സംശയിച്ചു, ദൈവകൽപ്പന തെറ്റിക്കാനിടയായി തീർന്നു. അങ്ങനെ അവൻ മരണത്തിലേക്കും അവൻ്റെ വാഴ്ച നഷ്ടപ്പെടുവാനിടയായി തീർന്നു, അവൻ്റെ തേജസ് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. രണ്ട് കാര്യം നിമിത്തമാണ്. ആ വിഷഫലം തിന്നാൽ മരിക്കത്തൊന്നുമില്ല, ദൈവം അവിടെ ഒരു കൽപ്പന കൊടുത്തായിരുന്നു. കൽപ്പനാ ലംഘനമാണ് പാപമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ലക്ഷ്യം ദൈവം പറഞ്ഞത് അനുസരിക്കാത്തത് പാപവും, ദൈവം പറഞ്ഞ വചനത്തിൽ വിശ്വസിക്കാത്ത അവിശ്വാസം അവൻ്റെ മേൽ ജനിപ്പിച്ച് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവൻ്റെ വാഴ്ച നഷ്ടപ്പെട്ടു പോയി അവൻ പുറത്തിറങ്ങുവാനിടയായി തീർന്നു. അവിടെ ദൈവം പഠിപ്പിച്ചൊരു നല്ല ക്ലാസ് ഉണ്ടായിരുന്നു. ദൈവം പഠിപ്പിച്ച ക്ലാസ് കോരിന്ത് ലേഖനം 1 കോരിന്ത് ലേഖനത്തിൽ 1 സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ദൈവം എല്ലാത്തിനും ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, ഒരു ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമപ്രകാരം ആണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഇവിടെ പാമ്പ് വന്ന് പറഞ്ഞത് കേട്ട് സ്ത്രീ ഇപ്പോൾ തലയായി മാറി പുരുഷൻ വാലായി തീരുവാനിടയായി തീർന്നു. അപ്പോൾ സ്ത്രീ കൽപ്പന ലംഘിച്ചെന്ന് വെച്ചാൽ പുരുഷനോട് തലയായിട്ടിരുന്ന് ആലോചന പ്രാപിക്കേണ്ട സ്ഥാനത്ത് അവൾ പാമ്പിൽ നിന്ന് ആലോചന പ്രാപിച്ചപ്പോൾ ആ ആലോചനയാണ് ആദാം എന്ന പുരുഷൻ കേൾക്കുവാനിടയായി തീർന്നത്. ഇപ്പോൾ നോക്കിക്കേ, യഹോവയായ ദൈവം വിളിച്ചപ്പോൾ തലയായിരിക്കേണ്ടവൻ ഇപ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ മറഞ്ഞിരുന്ന് സ്ത്രീയുടെ പുറകിൽ വാലായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതാണ് ദൈവീയ ക്രമങ്ങളെ, ദൈവവചനത്തിൻ്റെ ക്രമങ്ങളെ, സിസ്റ്റത്തെ അവൻ തകർക്കുവാനിടയായി തീർന്നു. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് തികഞ്ഞ പുരുഷത്വമുള്ളവനായി, ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചവനായി, ദൈവത്തെ കേട്ടനുസരിച്ച് അവൻ മച്ചോറായി ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ ആ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി അത് സിസ്റ്റം തെറ്റിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ ഇപ്പോൾ ദാസനായി തീർന്നു. ആരുടെ ദാസനായി? പിശാചിൻ്റെ ദാസനായി തീർന്നു. പൗലോസ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞു, അവകാശി സകലത്തിലും യജമാനാണെങ്കിലും
അവൻ ദാസനായിരുന്നാൽ ശിശുവിനേക്കാൾ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനായി തന്നെ ഇരിക്കും. ഇപ്പോൾ അധികാരം കിട്ടിയ, വാഴ്ച കിട്ടിയ ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ആദാം സാത്താൻ്റെ ദാസനായി അടിമയായി തീരുന്ന കാഴ്ച. അവൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി, പൊസിഷൻ നഷ്ടപ്പെട്ടു പോയി തീരുവാനിടയായി തീർന്നു. സദൃശവാക്യങ്ങളിനകത്ത് 30 അധ്യായത്തിൻ്റെ അകത്തൊരു വചനവിപ്രകാരം പറയുന്നുണ്ട്, ദാസൻ രാജാവായാൽ അവൻ്റെ നിമിത്തവും, പോഷൻ തിന്ന് തൃപ്തനായാൽ അവൻ്റെ നിമിത്തവും, വിരക്ഷണയ്ക്ക് പോകാൻ കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ നിമിത്തവും ദോഷമുണ്ടായി. കണ്ടോ? സ്തോത്രം. ദാസനെ രാജാവാക്കാൻ കൊള്ളൂ. അത് പിശാചിന് നന്നായിട്ട് അറിയാം. പിശാച് ആ സ്ഥാനം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ദാസനാക്കിയാൽ ദാസൻ ഒരിക്കലും രാജാവാകത്തില്ല. ദൈവം ആഗ്രഹിച്ചത് ഇവൻ പഠിച്ച് നല്ല പരിജ്ഞാനമുള്ളവനായി ആ സ്ഥാനത്ത് ഇരിക്കണമെന്നാണ് ആഗ്രഹിച്ചപ്പോൾ ഇവനെ ദാസനാക്കി മാറ്റിയപ്പോൾ ആ സ്ഥാനം അവനെ ഇരുത്തുവാൻ കഴിയത്തില്ല. അവൻ ആ സ്ഥാനത്ത് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ദൈവം അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനിടയായി തീർന്നു. ദൈവം പുറത്താക്കി വെച്ചു. ദൈവത്തിന് ഇവനിങ്ങനെ തെറ്റിപ്പോകുമെന്ന് അറിയത്തില്ല. ദൈവം ഈ സാത്താൻ വന്ന് ഇവനെ വഞ്ചിക്കുമെന്ന് അറിയത്തില്ല. ഇതെല്ലാം ദൈവത്തിന് അറിയാം. പിന്നെന്തിനാ ദൈവം ഇതൊക്കെ ചെയ്തത്? കാരണം ദൈവം ഈ ലൂസിഫർ അല്ലെങ്കിൽ സാത്താന് ആയിത്തീർന്ന ദൂതന്മാർ അല്ലെങ്കിൽ കെരൂബുകൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. അവർ ദൈവസന്നിധിയിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ സൃഷ്ടിച്ചാക്കിയ അവൻ്റെ സ്ഥാനത്ത് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ആ ഉന്നതമായ സ്ഥാനത്ത് വെച്ച് അവൻ അഹങ്കരിച്ച് ദിഗളിച്ചിട്ട് അവനിപ്പോൾ സ്തോത്രം ആ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ സ്ഥാനം ഇരുന്ന് അരുളുമെന്നുള്ള ഒരു വലിയ തീരുമാനം എടുത്ത സമയത്ത് തന്നെ അവനെ ദൈവം ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഈ ഭൂമിയിലേക്ക് ഇവനെ പാർപ്പിന് വേണ്ടി ഒരുക്കിയ ഭൂമിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ആ ഭൂമിയിലാണ് ദൈവം അവനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി അതിന് പകരമായി തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ച് ദൈവം മനുഷ്യന് പാർക്കുവാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ ഈ ഭൂമിയിലുണ്ടായി. അല്ലെങ്കിൽ കോസ്മോസ് മാറ്റിയെടുത്തിട്ട് ആണ് മനുഷ്യനെ ഇവിടെ വെച്ചത്. അപ്പോൾ ഈ ഭൂമിയിൽ അവൻ വസിച്ച ഈ മണ്ണിൽ ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ വസിച്ച ഈ മണ്ണിൽ പാർക്കുന്ന ഈ ജനത്തെ അവൻ തകർത്ത് കളയുവാൻ അവൻ പദ്ധതിയിട്ടു. അവനൊരു തീരുമാനമെടുത്തു, നീ സൃഷ്ടിച്ചുണ്ടാക്കിയ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ വാഴും, എൻ്റെ സിംഹാസനം ഈ ഭൂമിയിലിട്ട് അവരെ എൻ്റെ അടിമത്തത്തിലിട്ട് എൻ്റെ ഇഷ്ടത്തിനാക്കി ഞാനിവിടെ വാഴുമെന്ന് അവൻ തീരുമാനമെടുത്തു. ദൈവവും സാത്താൻ്റെ ശക്തിയുമായിട്ടുള്ളൊരു യുദ്ധമാണ്, ഒരു വെല്ലുവിളിയാണ് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ഞാൻ വാഴിക്കും, അവനെ സകലത്തിന്മേലും വാഴുവാൻ അധികാരമിട്ട് ഞാൻ എൻ്റെ പുത്രനെ ഇവിടെ സിംഹാസനം വിട്ട് ഈ ഭൂമിയിൽ ഞാൻ വാഴുമെന്ന് യേശു പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞപ്പോൾ, സാത്താൻ പറഞ്ഞു ഞാനും എൻ്റെ സിംഹാസനം വിട്ട് ഇവിടെ വാഴുമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ആ ഫൈറ്റിങ്ങിൽ അവനും സ്പിരിറ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രവർത്തിപ്പാൻ അവനൊരു ശരീരം വേണം. ആ ശരീരം മനുഷ്യ ശരീരമായിക്കോട്ടെ, മൃഗങ്ങളുടെ ശരീരമായിട്ടോട്ടെ, ഏതെങ്കിലും ഒരു ശരീരം വേണമായിരുന്നു. അത് അങ്ങനെയാണ് അവന് പാമ്പിൻ്റെ മേൽ സ്പിരിറ്റ് വ്യാപരിച്ചിട്ടാണ് ഈ തോട്ടത്തിൽ കയറി ഈ തെറ്റിച്ച് കളയുന്ന ഉപദേശങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇന്നും പലയിടങ്ങളിലും ദൈവസഭയ്ക്കുള്ളിൽ ദൈവമക്കളുടെ അടുത്ത് ഈ സ്പിരിറ്റ് കയറി ദൈവത്തിനും ദൈവത്തിൻ്റെ രാജ്യത്തിനും വിരുദ്ധമായി തെറ്റായ പഠനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠനത്തിൽ അനേകർ തെറ്റിപ്പോകുന്നു. കർത്താവിൻ്റെ വരവുകൾ ഭൂമിയിൽ വിശ്വാസം കണ്ടലും കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയുന്ന ഒരു അന്ത്യകാലം വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പൗലോസ് പറഞ്ഞ
സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് കൊള്ളാവുന്ന വേലക്കാരായി തീരണം. ഇന്ന് അനേക വേലക്കാരുടെ ഉള്ളിൽ ഈ സ്പിരിറ്റ് കയറി സത്യത്തിന് വിരുദ്ധമായി, ദൈവത്തിന് വിരുദ്ധമായി ഉള്ള പഠിപ്പിച്ച് അവരെ തെറ്റിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ നമുക്ക് തിരുവചന സത്യങ്ങളെ മനസ്സിലാക്കി അതിലുള്ള സത്യം കണ്ടെത്തി ജീവിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ച് ഇതിൻ്റെ അകത്താക്കി അവൻ്റെ ശ്രേഷ്ഠകരമായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇതെല്ലാം അറിയാമായിരുന്നല്ലോ. അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇത് തെറ്റിപ്പോയെന്ന് ചോദിച്ചാൽ, ദൈവത്തിനറിയാം മനുഷ്യൻ തെറ്റിപ്പോകുന്നു, ദൈവം തെറ്റിപ്പോകുമെന്നറിയാം. പക്ഷെ ദൈവം അത് മറച്ചു വെച്ചിരുന്ന മർമ്മമായിരുന്നു. അത് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായി ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഞങ്ങൾ അതാണ് സുവിശേഷത്തിൻ്റെ മർമ്മമെന്ന് പറയുന്നത്. തേജസ്സിൻ്റെ സുവിശേഷം പറയുന്നത് അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അപ്പം ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുണ്ട്, അത് ലോകത്തിൻ്റെ ജ്ഞാനമാണ്. ആ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടാണ് ഈ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന സകല കണ്ടുപിടുത്തങ്ങളിൽ അവർ ചെയ്തെടുത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ജ്ഞാനം. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്, ലോകത്തിൻ്റെ ജ്ഞാനമുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവനുണ്ട്. ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അകത്ത് ജീവനില്ലാത്തത് കൊണ്ട് അതൊരു പീരീഡ് കഴിയുമ്പോൾ അത് നശിച്ചു പോകാനിടയായിത്തീരും. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും വന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ അകത്താണ് ജീവനിരിക്കുന്നത്. ലോകമനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നതെല്ലാം ആ ലോകജ്ഞാനത്തെ ദൈവം പോഷത്വമാക്കി. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയായി, ദൈവജ്ഞാനമായി ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവജ്ഞാനം പകരുമ്പോൾ ആ ദൈവജ്ഞാനത്താൽ നമ്മൾ മുന്നോട്ട് വളരുമ്പോഴാണ് നമുക്ക് ജീവൻ പ്രാപിച്ച് സമൃദ്ധിയായി ജീവൻ പോകുന്നത്. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം, ലോകത്തിൻ്റെ ജ്ഞാനം. അപ്പം ലോകത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് പൈശാചിക ജ്ഞാനം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ഇരുട്ടെന്ന് പറയുന്ന അറിവില്ലായ്മ. വെളിച്ചെന്ന് പറഞ്ഞാൽ അറിവെന്ന് പറയുന്നത്. അപ്പം ഈ ലോകം പാപം ചെയ്ത് സാത്താൻ്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വേൾഡിൻ്റെ സിസ്റ്റം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇരുട്ടിൻ്റെ വേൾഡാണ്. ആ ഇരുട്ടിൻ്റെ ശക്തി അറിവില്ലായ്മയാണ്. ലോകജ്ഞാനത്തിൽ അവർ ജീവിച്ച് അവർ പലതും സൃഷ്ടിച്ചു വെക്കുന്നതെല്ലാം അവർക്ക് അവസാനം അത് ദോഷമായി തീരുന്ന ശരീരമാണ്. അവിടെ അവസാനം അത് മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം മറച്ചു വെച്ചൊരു മർമ്മമുണ്ടായിരുന്നു. ആ മർമ്മമാണ് വെളിപ്പാടില്ലാൽ എനിക്കൊരു മർമ്മം വെളിപ്പെട്ട് വന്നു എന്ന് കർത്താവിൻ്റെ ദാസൻ പൗലൂസിന് മർമ്മം വെളിപ്പെട്ട് കിട്ടി. അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. തേജസ്സിനായി മുന്നൊരുക്കി. അപ്പം തേജസ്സിനെ തരുവാനാണ് യേശു ക്രിസ്തു ഇവിടെ ഭൂമിയിലേക്ക് വരുവാനിടയായി തീർന്നത്. ദൈവം പറഞ്ഞു, കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ഈ ജ്ഞാനത്തിൻ്റെ പരിപൂർണത പ്രാപിപ്പാൻ, തേജസ്സിൻ്റെ പൂർണ്ണത ലഭിപ്പാൻ എൻ്റെ മറഞ്ഞിരുന്ന എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് ഞാൻ അയക്കുമെന്ന് പറഞ്ഞത്. അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനമായി തേജസ്സായിട്ടാണ്, തേജസ്സിൻ്റെ ക്രിസ്തുവായിട്ടാണ് ഈ ഭൂമിയിൽ കന്യകയിൽ ജഡമെടുക്കുകയും ഇവിടെ വന്ന് ആ വചനം വിളിച്ചു പറഞ്ഞ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പം വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വന്ന് ആ വചനം കേട്ട് വിശ്വസിക്കുന്നവൻ അവൻ
അവൻ്റെ ഉള്ളിൽ ജീവൻ ലഭിക്കുന്നു, അവന് നഷ്ടപ്പെട്ടു പോയ തേജസ് കിട്ടുന്നു, അവന് നഷ്ടപ്പെട്ടു പോയ അധികാരം നമുക്ക് കിട്ടുന്നു. അധികാരം പ്രാപിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മക്കളായിരുന്ന് സാത്താൻ്റെ കിങ്ഡത്തെ തകർക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മക്കളുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. സാത്താൻ്റെ കിങ്ഡം എന്ന് പറയുന്ന അവൻ്റെ ബുദ്ധിയാണ്, അവൻ്റെ തന്ത്രങ്ങളാണ്. അവൻ്റെ തന്ത്രങ്ങളെ ആത്മാവിൻ്റെ ശക്തിയാൽ തകർക്കുകയാണ് ദൈവമക്കൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത്. അവരതിനു വേണ്ടിയാണ് സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കൂട്ടര് രണ്ട് ശക്തിയുമായിട്ടുള്ളൊരു ഫൈറ്റിംഗ് ആണ്. ഒരു സൈഡിൽ ദൈവത്തിൻ്റെ ശക്തിയും മറു സൈഡിൽ സാത്താനിക ശക്തിയും. അത് സ്പിരിച്വൽ മണ്ഡലമാണ്. നമുക്കിപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടത് കാണത്തില്ല. ആത്മമണ്ഡലത്തിൽ ഒരു ഫൈറ്റിംഗ് നടക്കുമ്പോൾ അത് ജയിക്കുന്നവനാണ് സിംഹാസനത്തിലിരിക്കുന്നത്. അപ്പോൾ സാത്താനോടുള്ള പരീക്ഷയിൽ ആദ്യ ദൈവത്തിൻ്റെ മകനായ ആദാം പരീക്ഷയിൽ തോറ്റുപോയി. അപ്പം യേശു ക്രിസ്തു വന്നു ക്രൂശിലെ മരണത്തോളം സകലത്തിലും അനുസരിച്ച് സാത്താൻ്റെ തലയെ ക്രൂശിൽ തകർത്ത് സകലർക്കും രക്ഷ നേടിക്കൊടുത്ത ജയം നമുക്ക് തന്നതുകൊണ്ട് ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഇങ്ങനെ ഒരു വിളിയാണ് നമ്മളെ വിളിച്ചത്. ഈ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന ഈ സാത്താൻ്റെ ഇരുട്ടിൻ്റെ വേളിനെതിരെ യുദ്ധം ചെയ്ത് അവൻ്റെ ബുദ്ധികേന്ദ്രങ്ങളെ തകർത്തുകൊണ്ട് ഈ ഭൂമിയിൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമുള്ള ഒരു ദൈവരാജ്യത്തിൽ ജീവിച്ചുകൊണ്ട് ആ സാത്താൻ്റെ കോട്ടകളെ തകർക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവരാജ്യം സ്ഥാപിതമാകണം. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ദൈവരാജ്യം ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അത് നീതിയും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതമാണ്. സാത്താൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ അറക്കുക, മുടിക്കുക, മോഷ്ടിക്കുക, മനുഷ്യ ജീവിതത്തെ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം നമുക്ക് തന്ന ജീവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് മേൽക്കുമേൽ കുറവ് പ്രാപിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ജീവിച്ച് ജയാളിയായി മുന്നേറി ആ തേജസ് കൊണ്ട് അഥവാ വെളിച്ചം കൊണ്ട് ഈ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളെ മാറ്റി ലോകത്തിലെ ജ്യോതിസുകളെ പോലെ ജീവിക്കുമ്പോൾ ലോകം മുഴുവനും ഇരുട്ട് നിറഞ്ഞ ലോകത്തെ ദൈവമക്കളെ കൊണ്ടത് നീക്കി ലോകം മുഴുവൻ തേജസ്സുള്ളതായി വെളിച്ചമാക്കിയുള്ള ഒരു സമാധാനപരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ആണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഇരുട്ടിലായിരിക്കുന്നത്, നിങ്ങൾ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഭാരപ്പെട്ടായിരിക്കുന്നത്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില ഇതിലുണ്ട്. നിങ്ങൾ ചിലത് ലോകത്തിൻ്റെ ബുദ്ധി അനുസരിച്ച് ചെയ്തു വെച്ചു, ബിസിനസ് ചെയ്തു വെച്ചു, മറ്റ് ജോലികളിൽ ഇടപെട്ടു പോയി, അതെല്ലാം തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയതുപോലെ ഇപ്പോൾ നിരാശരായി അവസാനം ദുഃഖിച്ചിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ആ ജ്ഞാനത്തിൽ പോയി പ്രവർത്തിച്ചതെല്ലാം നിർത്തിയിട്ട് ഇന്ന് സറണ്ടർ ചെയ്ത്, കർത്താവേ, നിന്റെ ജ്ഞാനം എൻ്റെ മേൽ പകരണമേ, നിന്റെ ശക്തി എൻ്റെ മേൽ പകരണമേ, നിന്റെ കൃപ എൻ്റെ മേൽ പകർന്ന് ഞാനായിരിക്കുന്ന ഈ തകർച്ചയിൽ നിന്ന് ആത്മാവിൻ്റെ ബുദ്ധി ഉപദേശിച്ചെന്ന്, ആത്മാവിൻ്റെ വചന ഉപദേശിച്ചെന്ന്, ആത്മാവിനാൽ ഈ പ്രവൃത്തികളെ ജയിച്ചു പോയി ജയാളിയായ ഒരു ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ അവൻ്റെ ജ്ഞാനവും അവൻ്റെ അഭിഷേകവും അവൻ്റെ ശക്തിയും നമ്മുടെ മേൽ തരും. ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണെന്ന് പറഞ്ഞ വചനം നിങ്ങൾക്ക് ജീവനായി തരും, ആത്മാവായി തരും, നിങ്ങൾക്ക് രക്ഷയായി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാവരും ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അനേക മെൻറ്ററിങ്ങുകൾ കിട്ടി, ലോകത്തുള്ള മെൻറ്ററിങ് ചെയ്ത് പോകുന്ന പല വിഷയങ്ങളും പല ബിസിനസ്സുകളും ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അത് സാത്താനിക്ക് ജ്ഞാനമാണ്. അവൻ നമ്മളെ ഉപായത്തിൽ ചതിച്ച് നമ്മുടെ ജീവിതത്തെ തകർത്ത് അവന് വേണ്ടി അവൻ്റെ കിങ്ഡത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാക്കിയ, സാത്താൻ്റെ കിങ്ഡത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാക്കി അവൻ്റെ അടിമനുഖത്തിൽ നമ്മളെ കിടത്തി നമ്മളെ രാപകലെല്ലാം അധ്വാനിച്ചു പോകുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളുടെ നുഖത്തെ എടുത്തു മാറ്റി എൻ്റെ നുഖത്തിൻ്റെ കീഴിലാക്കി നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം തരുമെന്ന് കർത്താവ് വിളിച്ച് ഈ വെളിപ്പാടിനനുസരിച്ചാണ് കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക്
ഒന്നിച്ച് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദൈവീയ ജ്ഞാനത്താൽ ദൈവ പരിജ്ഞാനത്തിൽ വളരുവാനാണല്ലോ പറഞ്ഞത്. കർത്താവേ, ആ പരിജ്ഞാന പ്രാപിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞല്ലോ. ആമേൻ. യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആ ദൈവജ്ഞാനത്താൽ ഇവരെ നിറച്ച് അനുദിന ജീവിതത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ച് മേൽക്കുമേൽ ജീവൻ പ്രാപിച്ച് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്നവരുടെ മേൽ ഈ കൃപ അയക്കുന്നു, ഈ ശക്തി അയക്കുന്നു. ഇവരെ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഈ ജീവനിൽ വാഴുവാൻ, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി ജീവനിൽ വാഴുവാൻ ദൈവമേ, നീ അവരുടെ മേൽ കൃപ കൊടുക്കണമേ. അതിനായി ഈ പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. ഇവരെ അനുഗ്രഹിച്ച് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.